നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ കടന്നു വരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കടന്നു വന്ന ദൈവത്തിനും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കൈരളി TV-യിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം എന്താണെന്നും കുടുംബത്തിൽ ദൈവം മീൻ ചെയ്യുന്നത് എന്താണെന്നും ആദ്യ കുടുംബം ആരംഭിച്ചത് വിവാഹത്തോടു കൂടിയാണെന്നും ചെറുപ്രായം മുതൽ തന്നെ കുടുംബം എന്ന അർത്ഥം വളരെ മീനിങ് ആയിട്ട് നമുക്ക് വേണ്ടുന്നതാണെങ്കിൽ വിവാഹത്തോടു കൂടിയാണ് ഒരു കുടുംബത്തിന് രൂപീകരണം ഉണ്ടാകുന്നതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിച്ചു. കഴിഞ്ഞ രാത്രി നമ്മൾ ശ്രദ്ധിച്ചത് വിവാഹത്തിന്റെ അർത്ഥം പറഞ്ഞ ശേഷം വിവാഹം എന്തല്ല എന്ന ചിന്തിപ്പാനിടയായി. ആ ചിന്തയിലാണ് വിവാഹം ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതായിരിക്കണമെന്നും സെയിം സെക്സ് മാരേജ് ദൈവസഭകൾ ബ്ലസ് ചെയ്യാനോ ദൈവദാസന്മാർ ആശീർവദിക്കാനോ കർത്താവിന്റെ അഭിഷേകമുള്ള ഒരു ക്രിസ്തീയ സഭകളും അത് ആശീർവദിക്കാൻ പാടില്ല എന്നും പഠിപ്പിച്ചു. കാരണം തിരുവചനത്തിന്റെ വിവിധ വാക്യങ്ങൾ നാം എടുത്ത ശേഷം വ്യക്തമായി പഠിച്ചു, അത് നിത്യമായ നാശം കൊണ്ടുവരികയും ദൈവരാജ്യത്തിലെ പ്രവേശനം തടയുകയും അത് നിത്യ നരകത്തിന് അവകാശിയാക്കി തീർക്കുകയും ചെയ്യുന്ന കാര്യമാണ് സെയിം സെക്സ് മാരേജ് എന്ന ദൈവവചനത്തിലെ വിവിധ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പഠിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഭ നിലനിൽക്കുന്നത് മനുഷ്യനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു സ്ഥലമാണ് ദൈവസഭകളെന്നും മനുഷ്യൻ നാശത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇറ്റേണൽ ഡാമിനേഷനെ ബ്ലസ് ചെയ്യുന്ന സ്ഥലമല്ല ദൈവസഭ എന്നും കഴിഞ്ഞ സന്ദേശത്തിൽ കേൾക്കുവാനിടയായി. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് വീണ്ടും വിവാഹത്തിന്റെ മീനിങ് എന്താണ്. വിവാഹം എന്ന് പറയുന്നത്, സ്ലൈഡിൽ എന്നെ സഹായിച്ചാലും 8ാമത്തെ സ്ലൈഡ്. വിവാഹം എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇന്ന് നമുക്ക് വായിക്കാം. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. അവൾ നിന്റെ കൂട്ടാളിയും ധർമ്മ പത്നിയുമല്ലോ. It is a public demonstration of couples commitment to a covenantal relationship. മലാക്കി പ്രവചനം പറയുന്നത് മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കവനന്റൽ റിലേഷൻഷിപ്പ്. ഇതൊരു ഉടമ്പടിയുടെ ബന്ധമാണ്. ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 പേർ മാത്രം ഉണ്ടാക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് മലാക്കി പ്രവാചകൻ പുസ്തകം എഴുതുമ്പോൾ അല്ലെ പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പശ്ചാത്തലം പഠിച്ചാൽ മനസ്സിലാകും. ഉടമ്പടി എന്ന് പറയുന്നത് 2 കക്ഷികളുമുണ്ട്, അതിനുള്ള വിറ്റ്നസസ് ഉണ്ടായിരിക്കണം, സാക്ഷികളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വിവാഹം രഹസ്യമായി 2 പേർ നടത്തുന്നതല്ല. വിവാഹം ഇറ്റ് ഡിമാൻഡ്സ് എ പബ്ലിക് കമ്മിറ്റ്മെന്റ്. പരസ്യമായ ഒരു കമ്മിറ്റ്മെന്റ്, സാക്ഷികളുടെ മധ്യേ നടക്കേണ്ടുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 പേർ ഒളിച്ചോടി എവിടെങ്കിലും പോയി ഒരുമിച്ച് താമസിക്കുന്നതിനെ വിവാഹം എന്ന വേദപുസ്തകം വിശേഷിപ്പിക്കുന്നില്ല. വിവാഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ വളരെ ആകെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കവനന്റൽ റിലേഷൻഷിപ്പാണ്. ഇത് പബ്ലിക് കമ്മിറ്റ്മെന്റോട് കൂടിയതാണ്. വിവാഹിതരാകുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും ഞങ്ങളുടെ ജീവിതമാണിത് എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. ഒരു പരിധിവരെ വാസ്തവമാണ്, അവർ തമ്മിലുള്ള ബന്ധത്തിൽ മറ്റുള്ളവർ അധികം ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കൗൺസിലിംഗിലായാലും പാസ്റ്റൽ കൗൺസിലിംഗിലായാലും അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ ഇടപെടുന്ന വിവാഹ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ
പഠിക്കുന്നതിൽ ഒരു 90% പ്രശ്നങ്ങൾക്ക് ഉടലെടുക്കുന്നത് ഒന്നുകിൽ അത് ഫ്യൂവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ സങ്കീർണമാക്കുന്നത് മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ മോനെ സ്നേഹിച്ച അമ്മയും ഏറ്റവും കൂടുതൽ മകളെ സ്നേഹിച്ച മാതാപിതാക്കൾ, അപ്പം അവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അമ്മയെ സ്നേഹിച്ചിരുന്ന പൂർണ്ണ സ്നേഹവും 100% സ്നേഹവും അമ്മയ്ക്ക് കൊടുത്തിരുന്ന മോൻ ഒരു ദിവസം വിവാഹിതനായി ഭാര്യയുമായി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തിരുന്ന ആ സ്നേഹം ഷെയർ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ കഴിയാൻ പറ്റാത്ത അമ്മമാർ, എന്നെ മാത്രം സ്നേഹിച്ച ഞാനുള്ള സ്നേഹം മുഴുവൻ കൊടുത്ത മകൻ അല്ലെങ്കിൽ മകൻ, ആ സ്നേഹം മറ്റാർക്കും ഷെയർ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന അമ്മമാർ. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപേ ഈ അമേരിക്കയിൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം ഛിദ്രമായി പോയി. എന്നാൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത്, താൻ സ്നേഹിച്ചിരുന്ന മകൻ അല്ലെങ്കിൽ അമ്മ, മകൻ വിവാഹിതനായ ശേഷം നേരത്തെ അമ്മയ്ക്ക് എന്തെല്ലാം സ്നേഹങ്ങൾ കൊടുത്തിരുന്നു, പൊസിഷൻസ് കൊടുത്തിരുന്നു, അതൊന്നും തന്നെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടും പറ്റിച്ചേരുമെന്നാണ് തിരുവനന്തപുരമെങ്കിലും പറ്റിച്ചേരുന്നതിന് സമ്മതം കാണിക്കാതെ. എന്നോട് ഇപ്രകാരമാണ് ആ സഹോദരി പറഞ്ഞത്, പാസ്റ്റർ, ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാൻ അമ്മ സമ്മതിക്കുകയില്ല. ഇനി യാത്ര ചെയ്താൽ ഫ്രണ്ട് സീറ്റ് ഒരിക്കലെങ്കിലും ഞാൻ ഇരുന്നു പോയാൽ അന്ന് മോനെ ശകാരത്തിന്റെ ബഹളമാണ്. ആ കിട്ടുന്ന ശകാരം മുഴുവൻ അമ്മയോട് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അങ്ങാടിയിലല്ല, തിരിച്ചാണ് ചൊല്ലുന്നത് എനിക്കറിയാം, അത് ഭാര്യയിലാണ് അത് തീർക്കുന്നത്. അപ്പൊ ഒരു പരിധി വരെ അൺനെസസറി ഇൻവോൾവ്മെന്റ് മക്കളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കളോ മറ്റുള്ളവരോ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിലും ഭാര്യയും ഭർത്താവും മനസ്സിലാക്കിയിരിക്കണം, വിവാഹം രഹസ്യ ജീവിതമല്ല, വിവാഹം പബ്ലിക് കമ്മിറ്റ്മെന്റ് അതിലുണ്ട്. അത് ദൈവത്തെ, ഞാൻ സാധാരണ വിവാഹത്തെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, ത്രിയേക ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, സർവശക്തനായ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഭൂമിയിലെ ഒരു യൂണിറ്റും കൂടെയാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം ആയി കഴിയുന്ന ആളുകൾക്ക് ഭാര്യയോടും ഭർത്താവിനോടും മാത്രമല്ല കടപ്പാടുള്ളത്, അവർ ജീവിക്കുന്ന സമൂഹത്തോടും കടപ്പാടുണ്ട്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം ഒരു പക്ഷേങ്കിൽ അമേരിക്കൻ സൊസൈറ്റി വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയാണ്. It's a humanistic society. Humanism, the philosophy of humanism, പ്രാക്ടീസ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്, ഞാൻ നീ എന്നുള്ള നിലയിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന സൊസൈറ്റിയാണ്. നാം കടന്നു വന്ന ഇന്ത്യൻ സമൂഹം അങ്ങനെയല്ല. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് സൊസൈറ്റി. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് സൊസൈറ്റിയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി ആ സമൂഹത്തോട് ഉത്തരവാദിത്വം വളരെയാണ്. ദൈവത്തിന്റെ നാമത്തിന് ദോഷം വരുന്നതോ സമൂഹത്തിന് ദോഷം വരുന്നതോ ആയ ഒരു കാര്യത്തിൽ ആ കുടുംബം ഏർപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പബ്ലിക്, ഇറ്റ് ഡിമാൻഡ്സ് എ പബ്ലിക് കമ്മിറ്റ്മെന്റ്. മാരേജ്, അവർ വെഡിങ് ലൈഫ്, അവർ വെഡഡ് ലൈഫ് ഡിമാൻഡ്സ് എ പബ്ലിക് കമ്മിറ്റ്മെന്റ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ, it is a divine picture of relationship between Christ and his church. വിവാഹം ഇന്നലെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അതിവിശുദ്ധമാണ്. എന്താ അതിവിശുദ്ധമാകാൻ കാരണം? വിശുദ്ധമാകാൻ കാരണം ഈ വിവാഹം one of the reasons, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിലെ ഒരു റീസൺ ഇതാണ്, അതിപരിശുദ്ധമായ ബന്ധങ്ങളെ കാണിക്കാൻ
വിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു അനാലജിയാണ് ഇത് വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന്